ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവത സ്വരൂപിയാം ഗുരുവായൂരപ്പ ദേവ, ഭാഗ്യമേകു അവിടുത്തെ കഥകൾ പാടാൻ. ഭാഗവത സപ്താഹത്തിൻ 3-ാം ദിനം ഞങ്ങളിതാ ഭക്തിപൂർവം ഗാനമാല്യം ചാർത്തുന്നു ദേവാ. നാരായണ 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 രാധാ ഗോവിന്ദ. പാരായണം ചെയ്യും നേരം നാരായണ നിന്റെ വരം പാമരരാം ഞങ്ങൾക്കെന്നും ലഭിച്ചിടണേ. പ്രഭാഷണ സമയത്തോ വേണ്ട പോലെ കഥകളെ പ്രണവസ്വരൂപ ഭവാൻ തോന്നിപ്പിക്കണേ. നാരായണ 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 രാധാ ഗോവിന്ദ. ഭരതോപദേശം പിന്നെ ഭൂഗോളത്തിൻ വിവരണം, ഭാരതത്തിൻ മഹിമയും ദീപജാലവും ജംബു തുടങ്ങിയതാകും സപ്തദ്വീപിൻ വിവരണം, ജംബുദ്വീപിലുള്ള നവവർഷജാലവും. നാരായണ 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 രാധാ ഗോവിന്ദ. ധരണിക്കു മുകളിലായി 6 വിധം ലോകങ്ങളെ ധരിച്ചു ഞാൻ നല്ല പോലെ പറഞ്ഞിടവേ. ധരാകാന്ത അവിടുത്തെ കാരുണ്യം താനെനിക്കെന്നും ധൈര്യമായി മനതാരിൽ നിറഞ്ഞിടുന്നു. നാരായണ നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ രാധാ ഗോവിന്ദ. അധോലോകം ഏഴെണ്ണത്തെ വിധി പോലെ പറഞ്ഞിടാം, അതുപോലെ നരകങ്ങൾ 28. അജാമിളൻ തൻ്റെ കഥ, കവചം നൽ ദക്ഷ കഥ, അനുപമ ഭക്തി തൻ്റെ വൃത്രചരിതം. നാരായണ 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 രാധാ ഗോവിന്ദ. ചിത്രകേതു തൻ്റെ കഥ, വിചിത്രമാം ഭക്തിഭാവം, ചിത്രം തന്നെ മരുത്തുക്കൾ തൻ്റെ ഉൽപ്പത്തി. ചിന്തകളിൽ നിറയുന്നു നരസിംഹ കഥയിലെ ചിരപരിചിതമായ പ്രഹ്ലാദ ഭക്തി. നാരായണ 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 രാധാ ഗോവിന്ദ. അട്ടഹാസമുഴക്കി നീ തൂണിൽ നിന്നു പിറന്നതും, അസുരേന്ദ്രൻ യുദ്ധത്തിങ്കൽ ഇല്ലാതായതും, അവയെല്ലാം അനുപമ ഭക്തിയോടെ ശക്തിയോടെ അടിയനു പാടാൻ ദേവാ വരമേകണേ. നാരായണ 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 രാധാ ഗോവിന്ദ രാധാ ഗോവിന്ദ രാധാ ഗോവിന്ദ. കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ വളരെ പ്രസിദ്ധമായ ഓമനക്കുട്ടൻ വാ 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 എന്ന കീർത്തനമാണ് ഇവിടെ പാടി സമർപ്പിക്കുന്നത്. താമര കണ്ണൻ കോമള ഗാത്രൻ ഓമന കുട്ടൻ വാ വാ വാ, അമ്മിഞ്ഞ ഇമ്പി അമ്പിളിയെ കണ്ടമ്മ തന്നൂടെ അംഗത്തിൽ ആമോദമോടു ചായി കീടന്നിങ്ങോമന കുട്ടൻ വാ വാ വാ, വാത്സല്യ നിധിയാകുമീ മാതാവുത്സാഹപൂർവം ഭംഗിയിൽ ഓതിത്തന്നീടും സൽക്കഥയും കേട്ടോമന കുട്ടൻ വാ വാ വാ. തെന്നലേ വരൂ പിന്നാലെ വന്നു കുഞ്ഞിൻ്റെ കൂന്തൽ ചിന്നിക്കൂ, കീചകത്തിന്മേൽ വേണു വീളിക്കൂ, സേചനം ചെയ്യൂ കർണങ്ങൾ, ചാമരം വീശു താമസം കൂടാതോമന കുട്ടൻ വാ വാ വാ. തിങ്കളേ വരൂ ചാരത്തു വരൂ, തങ്കത്തെയൊന്നു ചുംബിക്കൂ, മാടിനെ മേയ്ക്കും പാണി കൊണ്ടിത
മാടി വീളിപ്പു മാധവൻ വെൺമതിയെ പിടിച്ചു കൂട്ടിക്കൊണ്ടോമനക്കുട്ടൻ വാവാവാ പഞ്ചാമൃതവും പാലുമഞ്ചുന്ന പുഞ്ചിരി നെഞ്ചിലാറാടി പൂമൈ താൻ തണുപ്പിച്ചു കൊണ്ടെന്നോമനക്കുട്ടൻ വാവാവാ ജീവജാലത്തെ സർവവും പോറ്റി ജീവിപ്പിക്കുന്നോരൗഷധം നിന്മന്ദസ്മിതം ഒന്നല്ലോ പാർത്താലോ മനക്കുട്ടൻ വാവാവാ ഗോപകന്യകമാരുടെ രാഗാലാപധാരയിൽ മഗ്നനായി കൺമിഴി മെല്ലെ തന്നെത്താനടഞ്ഞോമനക്കുട്ടൻ വാവാവാ അമ്മ തന്മെയ്യാം സ്വർണവല്ലിയിൽ കോൾമയേർമലർ മൊട്ടുകൾ രമ്യമാം വണ്ണം ചാർത്തിച്ചു കൊണ്ടെന്നോമനക്കുട്ടൻ വാവാവാ നിത്യബുദ്ധന്റെ നിദ്ര കാണുവാൻ അത്യന്തരസം പൂണ്ടതാ വ്യോമത്തിൽ വാനോർ കാത്തു നിൽക്കുന്നിതോമനക്കുട്ടൻ വാവാവാ പൈങ്കിളിയുടെ കൃഷ്ണ എന്നുള്ള പേർവിളി കേട്ടു രാവിലെ കൺമിഴിച്ചെഴുന്നേൽക്കണമുണ്ണി ഓമനക്കുട്ടൻ വാവാവാ പുണ്യമാം ദധി മന്ഥനഘോഷം കർണവീഥിയിൽ കേട്ടുടൻ രോമാഞ്ചം പൂണ്ടുണരണം കാലത്തോമനക്കുട്ടൻ വാവാവാ ഏട്ടനേക്കാളും നേരത്തെ നാളെ കട്ടത്തൈരും തൂവെണ്ണയും ഒക്കെയും കൂട്ടി മാമുണ്ണണം ഓമനക്കുട്ടൻ വാവാവാ കുട്ടികളൊത്തു കന്നിനെ മേയ്ക്കാൻ കാട്ടിൽ നേരത്തെ പോകണം എന്മിടുക്കനുറങ്ങു വേഗത്തിൽ ഓമനക്കുട്ടൻ വാവാവാ കുട്ടിക്കാളിയും പാണ്ഡുകാരിയും ചൂട്ടിയും മറ്റു പൈക്കളും വൃന്ദാവനവും ഗോവർദ്ധനവും മന്ദാരകന്ദ വൃന്ദവും തൈമാവും എല്ലാം എൻ മകൻ്റെയാണോമനക്കുട്ടൻ വാവാവാ പാരീരേഴിന്നും നാഥരാം കാമവൈരി നാഭിജ മുഖ്യന്മാർ ഓരോരോ കാഴ്ചദ്രവ്യവുമായിട്ടാരോമൽ തൃക്കാൽ വന്ദിക്കാൻ ബ്രാഹ്മയാമത്തിൽ എത്തിയിടും വേഗമോമനക്കുട്ടൻ
വാവാ വല്ലവീകര പല്ലവങ്ങളിൽ ഉല്ലാസമാർന്നു ചാഞ്ചാടി മാമുനി നെഞ്ചിൽ പള്ളി കൊണ്ടിടും ഓമന കുട്ടൻ വാവാ പാലാഴി വീജിക്കുള്ളിലെന്നോണം ചേലാളും ഗോപിമാരുടെ പ്രേമശീതള വക്ഷസിലോളിച്ചോമന കുട്ടൻ വാവാ വേദങ്ങൾ വന്നു പള്ളിയുണർത്താൻ വാദ്യം കൊട്ടിത്തുടങ്ങിനാൻ സാമം പാടുമ്പോൾ നാളെ എണീക്കാൻ ഓമന കുട്ടൻ വാവാ രാമസോദര ശ്യാമസുന്ദരനോമന കുട്ടൻ വാവാ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽ ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയദന്യൽ തന്വാ വാചാ ധിയാ വാ ഭജതി ബദജന ക്ഷുദ്രതൈവ സ്ഫുടേയം ഏതേ താവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാവഹത്യേ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 996 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ സമർപ്പണാധ്യായമായ ദ്വാദശ സ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായം മംഗളാധ്യായം ആണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി 4 ദിവസങ്ങളോടുകൂടി ഈ യജ്ഞം സമർപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഭഗവത് പാദാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്ന സാക്ഷാൽ സൂതപൗരാണികനെയും ശൗനകാദികളെയൊക്കെയാണ് നമ്മൾ കണ്ടത് അല്ലെങ്കിൽ കേട്ടത്. ഇന്ന് 21-ാമത്തെ ശ്ലോകം നമ്മൾ ചൊല്ലി സമർപ്പിക്കുകയാണ്. ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കവിതയും ഭാഗവത സപ്താഹ ഗീതികയിലെ ഒരു കീർത്തനവും 3-ാമത്തെ ദിവസത്തെ ഓർമ്മിപ്പിക്കുന്ന കീർത്തനവും നമ്മൾ കേട്ടു. യോഗീന്ദ്രായ നമസ്തസ്മൈ ശുകായ ബ്രഹ്മരൂപിണേ സംസാര സർപ്പദഷ്ടവ്യോ വിഷ്ണുരാതമൂമുച്ചൽ. യോഗീന്ദ്രായ, യോഗികളിൽ ഇന്ദ്രൻ ഏറ്റവും ശ്രേഷ്ഠൻ. ബ്രഹ്മരൂപിണേ, ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിച്ചവനുമായിരിക്കുന്ന തസ്മൈ ശുകായ, ആ ശുകനായിക്കൊണ്ട്, ആ ശ്രീശുഖബ്രഹ്മർഷിക്കായിക്കൊണ്ട് നമസ്കാരം. യാ, ആരാണോ സംസാര സർപ്പദഷ്ടം വിഷ്ണുരാതം, സംസാരമാകുന്ന സർപ്പത്താൽ ദംശിക്കപ്പെട്ട വിഷ്ണുരാതനെ അമൂമുചൽ, മോചിപ്പിച്ചു, ആ ശ്രീശുഖബ്രഹ്മർഷിക്ക് നമസ്കാരം. വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട്
പരീക്ഷത്തിനെ വിഷ്ണുരാതൻ എന്ന് വിളിക്കുന്നു. ആ വിഷ്ണുരാതനെ സംസാര സർപ്പത്തിൽ ആ കടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, മോചിപ്പിച്ചത് ബ്രഹ്മരാതൻ എന്നറിയപ്പെടുന്ന ശ്രീശുക ബ്രഹ്മർഷിയാണ്. ആരാണോ സംസാരമാകുന്ന സർപ്പത്താൽ കടിക്കപ്പെട്ട ആ പരീക്ഷിത് മഹാരാജാവിനെ അതിൽ നിന്ന് മോചിപ്പിച്ച് പരമപുരുഷാർത്ഥസ്വരൂപമായ ആ മോക്ഷത്തിലേക്ക്, മുക്തിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയത്, അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം എന്ന ആ തത്വബോധത്തിലേക്ക് ആരാണോ എത്തിച്ചത്, ബ്രഹ്മസ്വരൂപനായ യോഗീന്ദ്രനായ ആ ശുകാചാര്യരെ, ആ ശ്രീശുക ബ്രഹ്മർഷിയെ ഇതാ നമസ്കരിക്കുന്നു. സൂതൻ നമസ്കരിക്കുന്നതോടൊപ്പം നൈമിഷാരണ്യത്തിലെ ശൗനകാദി ഋഷീശ്വരന്മാരും ആ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. നമുക്കറിയാം പരീക്ഷിത്തിൻ്റെ കഥ. ശമീക മഹർഷിയുടെ കഴുത്തിൽ ചത്തപാമ്പിനെ കൊണ്ടുപോയിട്ടപ്പോൾ മുനികുമാരനായ ശൃംഗി ദേഷ്യപ്പെട്ടു. ഇതി ലംഘിത മര്യാദം തക്ഷക സപ്തമേഹനി എന്ന് പറഞ്ഞ് ഈ മര്യാദ കെട്ട, അതിർത്തി വിട്ട ഈ പ്രവൃത്തി, അതുകൊണ്ട് തന്നെ തക്ഷകൻ്റെ ദംശനമേൽക്കും എന്ന് പറഞ്ഞപ്പോൾ ഭഗവാന്റെ കാരുണ്യ ആതിരേകം കൊണ്ട് തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്രോ, വ്യാസപുത്രനായിരിക്കുന്ന വൈയാസകിയായിരിക്കുന്ന സാക്ഷാൽ ശ്രീശുക ബ്രഹ്മർഷി ആ ശ്രീകൃഷ്ണൻ തന്നെ ഒരു ബാലയോഗിയുടെ രൂപത്തിൽ എന്ന തരത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയും പരീക്ഷത്തിൻ്റെ ആ മരണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന ചോദ്യത്തിന്, അല്ലെങ്കിൽ മരണാസന്നനായിരിക്കുന്ന ഒരാൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയായി ഇതം ഭാഗവതം നാമ പുരാണം പിതുർദ്വൈപായനാദഹം, അച്ഛനായ ദ്വൈപായനിൽ നിന്നും എനിക്ക് ലഭിച്ച ഈ ശ്രീമദ് ഭാഗവതം എന്ന പുരാണത്തെ ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ ശ്രീശുക ബ്രഹ്മർഷി കഴിഞ്ഞ 6 ദിവസങ്ങളിലായി ആ ഭാഗവതത്തെ വേണ്ട പോലെ ഉപദേശിച്ച ആ മുനിശ്രേഷ്ഠൻ ഏറ്റവും ഒടുവിൽ തൻ്റെ പ്രിയ ശ്രോതാവിനെ അനുഗ്രഹിച്ച് അവിടുന്ന് യാത്രയായി. അന്ന് പരീക്ഷത്തിനോടൊപ്പം കഥ കേൾക്കാൻ സാധിച്ച ആളാണ് സൂതൻ. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ സൂതൻ കഥ പറയാൻ തുടങ്ങിയപ്പോൾ പ്രഥമസ്കന്ധത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം എന്ന് പറഞ്ഞ് നമസ്കരിച്ച് ഭാഗവത കഥാകഥനം ആരംഭിച്ചത്. അങ്ങനെ ആ ശ്രീശുകനെ നമസ്കരിക്കുന്നു. തുടക്കത്തിലും ഒടുക്കത്തിലും ആ ഭഗവാനെ നമസ്കരിച്ചു. നമുക്കറിയാം ഭാഗവതം മാഹാത്മ്യം ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു തുടങ്ങി. ഇപ്പതാ 1000-ാമത്തെ ദിവസത്തോടുകൂടി സമർപ്പണം എന്ന് ഉദ്ദേശിക്കുന്ന ഈ യജ്ഞത്തിൽ ആദ്യത്തിൽ മാഹാത്മ്യത്തിലെ ഭക്തി നാരദ സംവാദത്തിലൂടെയാണ് മാഹാത്മ്യം തുടങ്ങിയത്. ഭക്തിദേവിയുടെ കഥ പറഞ്ഞാണ്. അതേ ഭക്തിദേവിയെ പ്രാർത്ഥിച്ചും കൊണ്ട് ആ ഭക്തി ഉണ്ടാവണേ എന്ന് ഭഗവാനോട് പറഞ്ഞും കൊണ്ട് ഈ ഗ്രന്ഥം സമർപ്പിക്കപ്പെടുകയാണ്. ആ പ്രാർത്ഥനയൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരിയോം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ
ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം.
സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.